തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധ ബുക്കൊക്കെ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാവും ബോധിത അങ്ങോട്ട് വരിക. അപ്പോൾ അവന് ആ അമ്മയുടെ പുനർജന്മം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആ കുട്ടീനെ കുറിച്ച് അവൻ ബോന്ധോട് പറയുന്നുണ്ട്. അവളുടെ കള്ളത്തരം എത്രയും പെട്ടെന്ന് പൊളിക്കണം. ഞാൻ ഈ കാര്യമൊക്കെ സൗരഭിനോടായിരുന്നു ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നത്. ഇപ്പോൾ എനിക്ക് അവനൊന്നും ഇല്ലല്ലോ, അപ്പോൾ ആരും എനിക്ക് സംസാരിക്കാനില്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവന് ബുക്ക് ഒതുക്കി വെക്കാൻ നോക്കുമ്പോൾ അതൊക്കെ അങ്ങനെ താഴേക്ക് വീണ് പോവാണ്. അപ്പോൾ ബോധിത അത് പോയിട്ട് ഒരു കുഞ്ഞൊരു ചെയറുണ്ട്, മറ്റേ എന്താ പറയുക, അവൾക്ക് തീരെ ഹൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെയറൊക്കെ അവിടെ കൊടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അവൾ ആ ബുക്ക് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് അവന് ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനോട് പറയുകയാണ്, എന്തായാലും സൗരഭിൻ്റെ അതേപോലെ ഒന്നും ആവാൻ പറ്റിയെന്ന് വരില്ല എനിക്ക്, പക്ഷേ എനിക്ക് അത്രയും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ഒരു അംശമെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റിയാലോ എന്ന് പറഞ്ഞിട്ട് അവനെ സഹായിക്കുന്നുണ്ട്. അവൾ ആ ബുക്കൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട്, അവന് ബുക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അവൾ ബുക്ക് ഒതുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അനിരുദ്ധിനോട് ബോധിത പറയുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ ആ പെൺകുട്ടി ഇവിടെ ഉള്ളത് എന്തായാലും നന്നായി എന്ന് പറയുമ്പോൾ അവൻ ചോദിക്കുകയാണ്, നീ എന്തൊക്കെ ഈ പറയുന്നത്? ആ പെൺകുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നല്ലതല്ലത് എന്ന് ചോദിക്കുമ്പോൾ ബോധിത അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അതായത് ആ പെൺകുട്ടി ഇവിടെ ഉണ്ടെങ്കിൽ അവൾ ആരിനൊക്കെ കാണുന്നു, അവൾ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമ്മളെ കൺമുന്നിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പെണ്ണിൻ്റെ എന്തൊക്കെ എല്ലാ നീക്കങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ അവൾ പറയുമ്പോൾ അനിരുദ്ധ ഇങ്ങനെ, ആ ബോധിത നിനക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലോ, നീ എന്താ ഞാനാണ് വക്കീൽ, എന്നിട്ട് നീ ഒരു വക്കീലിൻ്റെ മൈൻഡ് പോലെയാണല്ലോ നിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളിനെ നന്നായിട്ട് പുകഴ്ത്തുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അപ്പോൾ ഇനി മുതൽ നീ ആ പെണ്ണിൻ്റെ പിന്നാലെ തന്നെ നടക്കണം, അവൾ ഇനി എവിടെയൊക്കെ പോകുന്നോ, അവൾ എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ നീ തന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. പിന്നെ പറയാണ്, നമ്മൾ രണ്ടാൾ മാത്രം ഇത് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു സിമ്പിൾ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആരോടും മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബോധിത ആ പെൺകുട്ടിയുടെ പിന്നാലെ തന്നെ കൂടുകയാണ്. അടുക്കളയിൽ അവർ ജോലി ചെയ്യുമ്പോൾ ബോധിതയും കൂടെ ഇരുന്നിട്ട് ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീക്കാണെങ്കിൽ മുൻഷി ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവും, ഒരു പൊടി കൊടുത്തിട്ടുണ്ടാവും. അതായത് അതൊരു വിഷമാണ്, അനിരുദ്ധിനെ കൊലക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അനിരുദ്ധിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മുൻഷി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിച്ചാൽ ഇങ്ങനെ മെല്ലെയാണ് മരണത്തിലേക്ക് പോവുള്ളൂ. അപ്പോൾ അത് ഓരോ വട്ടം കഴിക്കുമ്പോഴും ശരീര അസ്വസ്ഥതകൾ കാണിച്ചു തുടങ്ങും. അപ്പോൾ ഇത് കലക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോധിത അവിടെ ഇരിക്കണോണ്ട് ഈ പെൺകുട്ടിക്ക് പറ്റുന്നില്ല. അപ്പോൾ ബോധിതേന അവിടുന്ന് ഓരോന്ന് പറഞ്ഞിട്ട് മാറ്റുന്നുണ്ട്. അതിനുശേഷം ആ പ്രസാദത്തിൽ ഒരു പാത്രത്തിൽ മാത്രം ഇങ്ങനെ അനിരുദ്ധിനുള്ള പാത്രത്തിൽ കലക്കുന്നുണ്ട് അതാവശ്യം. എന്നിട്ട് അതിനുശേഷം അവൻ്റെ അടുത്തേക്ക് പോകണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനത് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ബോധിത അനിരുദ്ധിനോട് പറയുന്നുണ്ട്, ആ വേഗം മേടിച്ച് കഴിച്ചു, അമ്മയുടെ സ്നേഹത്തോടെ തരുന്നതല്ല, അപ്പോൾ വേഗം കഴിച്ചോ എന്നൊക്കെ പറയുമ്പോൾ അനിരുദ്ധ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവിടെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് അനിരുദ്ധ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കും ആ പെൺകുട്ടിയുടെ കൈ പിടിക്കുകയാണ് ബോധിത. എന്നിട്ട് പറയുകയാണ്, എന്താപ്പോൾ ഇത് അമ്മയ്ക്ക് മാത്രമേ മോനോട് സ്നേഹം കാണിക്കാൻ പറ്റുള്ളൂ, എന്താ മോനക്ക് അമ്മയോട് സ്നേഹം കാണിക്കാൻ പറ്റില്ലേ? ഏറ്റവും കൂടുതൽ വലുത് ആരതില്ലേ? അമ്മയല്ലേ വലുത്, അല്ലാതെ മോനല്ലല്ലോ, അപ്പോൾ അമ്മയല്ല ആദ്യം കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ആദ്യം കഴിക്കാൻ വേണ്ടി പറയുകയാണ് ആ പെൺകുട്ടിയോട്. അപ്പോൾ ഇത് കേട്ടിട്ട് അനിരുദ്ധ ചിരിക്കുന്നുണ്ട്. അങ്ങനെ മുൻഷി അപ്പുറത്ത് ഇതൊക്കെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ മുൻഷി ആകെ പെട്ടല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി അത് കഴിക്കുന്നുണ്ട്, മനസ്സോടെ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ബോധിതയ്ക്കും ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ, അനിരുദ്ധിന് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ അത് അനിരുദ്ധിനോട് കഴിച്ചോളാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഓടുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് വൊമിറ്റ് ചെയ്യുന്നുണ്ട്, വായിൽ വിരലിട്ടിട്ട് പുറത്ത് പോയിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ആരും കാണുന്നില്ല. അങ്ങനെ അപ്പോഴും അനിരുദ്ധിന് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ത്രിലോചൻ നിർബന്ധിക്കുകയാണ് അവനെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവനത് ത്രിലോചന് വേണ്ടി തന്നെ കഴിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് മുൻഷി നിന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കുന്നുണ്ട്. പിന്നെ ത്രിലോചന ആ പെൺകുട്ടിയും ബോന്തിതൊക്കെ കൂടിയിട്ട് പൂജാമുറിയിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പെണ്ണ് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് നോയമ്പെടുത്തേക്കാണ്, ഞാനൊരു വറ്റ് പോലും കഴിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ത്രിലോചൻ പറയുന്നുണ്ട്, ബോന്തിതയ്ക്ക് കുറച്ച് വാശി കൂടുതലാണ്, പിന്നെ അവൾ നന്നായിട്ട് സംസാരിക്കും, അവളിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ ആ പെൺകുട്ടിയോട് പറയുകയാണ് ത്രിലോചൻ. പിന്നെ അനിരുദ്ധ ബോർഡുമ്മ എല്ലാ വീട്ടിലത്തെ എല്ലാവരുടെയും പേര് എഴുതി വെച്ചത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവനിത് എന്തിനാണ് എഴുതി വെച്ചതെന്ന് വെച്ചാൽ ഈ ശുഭ്രാമ്മ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആ പെൺകുട്ടിക്ക് ഈ വീട്ടിൽ ആരുമായിട്ട് നല്ല അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ അയാൾ വഴിയാണ് അനിരുദ്ധിൻ്റെ അമ്മയുടെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് അതുപോലെ അഭിനയിക്കുന്നതെന്ന് അനിരുദ്ധിന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഈ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അത് ആരാന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. എന്നിട്ട് അവൻ ഓരോ പേര് വായിച്ചിട്ട് അത് അതിൽ അവന് ഡൗട്ട് തോന്നാത്ത ആൾക്കാരുടെ വ്യക്തി
ഇടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് പുറത്തുനിന്നൊരു പെൺകുട്ടിയുടെ പാദസരത്തിൻ്റെ ശബ്ദം അങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അവന് ഒളിഞ്ഞു നോക്കണ പോലെ തോന്നുകയാണ് പുറത്ത് നിന്നിട്ട് സ്റ്റഡി റൂമിൻ്റെ. അപ്പോൾ അവനത് മെല്ലെ പോയിട്ട് തുറക്കുമ്പോൾ അത് ബോന്തിത ഒരു എന്താ പറയുക മാഗ്നിഫിഷ്യൻ ഗ്ലാസ് ആയിട്ട് വന്നിട്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ചെറിയ സാധനം വലുതായിട്ട് കാണില്ലേ, അപ്പോൾ അതായിട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് എന്താണെന്നറിയോ, ഇത് നമ്മൾ ചെറിയ സാധനം വലുതായിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വലിയ അത്ഭുതത്തിൽ തന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ആ ബോർഡും എഴുതിയതൊക്കെ അവൾ വായിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുകയാണ്, ഈ വസ്തു കൊണ്ട് എല്ലാം വലുതായിട്ട് കാണാമെന്ന് പറഞ്ഞിട്ട് അത് എടുത്തിട്ട് അവൻ്റെ മുഖത്തേക്കൊക്കെ കാട്ടുമ്പോൾ അവൻ ഇങ്ങനെ നാവൊക്കെ പുറത്തേക്കിട്ടിട്ട് ഒരുമാതിരി എക്സ്പ്രഷനൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അവൾ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ചോദിക്കുകയാണ്, ഇത് എന്തിനാ ഈ പേരൊക്കെ ഈ ബോർഡ് എഴുതിയിട്ടേക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ ഈ ശുഭ്രാമ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ആ പെൺകുട്ടിക്ക് ഈ വീട്ടിൽ ആരുമായിട്ട് ബന്ധമുണ്ട്, അപ്പോൾ അത് ആരാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ എഴുതിയിട്ടേക്കുന്നതെന്ന് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ അവളുടെ മാമിയുടെ പേരുണ്ടാവും. അപ്പോൾ അത് അവൾ കണ്ടിട്ട് വെട്ടുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് എന്തിനാ വെട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അവർക്ക് എങ്ങനെ അറിയാനാ നിങ്ങളുടെ അമ്മേനെ, കാരണം അവർ ഇപ്പോഴല്ലേ നിങ്ങളൊക്കെ ആയിട്ട് അടുത്തത്, പിന്നെ എങ്ങനെ നിങ്ങളുടെ അമ്മേനെ കുറിച്ചൊക്കെ അവർക്ക് അറിയാനാന്ന് പറഞ്ഞിട്ട് ബോന്ത പറയുമ്പോൾ അനിരുദ്ധ് പറയണം, അത് ശരിയാണെന്ന് പറയുമ്പോൾ ബോന്ത പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇപ്പം നിങ്ങളുടെ അമ്മേനായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത ആൾക്കാരനൊക്കെ നിങ്ങളുടെ അച്ഛന് അറിയാൻ പറ്റില്ല, അപ്പം അച്ഛനോട് എന്നെ ചോദിച്ചാൽ മതിയല്ലോ എന്നൊക്കെ അവനോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണ് അനിരുദ്ധിന് വയ്യാതാവുന്നത്, അവന് തല ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻഷി പുറത്ത് നിന്നിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മുൻഷി ഇവൻ തല ഇറങ്ങണ കണ്ടിട്ട് അവൻ ചിരിച്ചിട്ട് ഓടി വന്നിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ബോന്തൊക്കെ ആകെ പേടിയാവാണ്. അപ്പോൾ അങ്ങനെ മുൻഷിയെ അവനെടുത്തിട്ട് ഒരു സോഫയിൽ കിടത്തുന്നുണ്ട്. അപ്പോൾ ബോന്തിത് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരും വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ഓടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ മുൻഷി പറയുന്നുണ്ട്, ആരും വിളിക്കേണ്ട, അപ്പോൾ ഈ നേരത്ത് അവരനൊന്നും ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ശേഷം മുൻഷിയോട് ബോന്തിത് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ ഈ നേരത്ത് ഇവിടെ, നിങ്ങൾ വീട്ടിലേക്കൊന്നും പോയില്ലേ എന്ന് പറയുമ്പോൾ മുൻഷി ഇങ്ങനെ പെട്ടെന്ന് അയ്യോ പെട്ടൂലോ എന്ന് പെട്ടെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് അവളോട് പറയുകയാണ്, എനിക്ക് സൗരവ് മരിച്ചാൽ പിന്നെ വീട്ടിലേക്ക് പോകാനും തോന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി ഇവിടെ തന്നെ നിന്നതെന്ന് അവളോട് പറയുന്നുണ്ട്. അപ്പോൾ അവളാകണമെങ്കിൽ പേടിച്ചിട്ട് നിൽക്കാവോ അനിരുദ്ധിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട്. പത്തിതാബ് ഒന്നും പറ്റിയില്ലല്ലോ, എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അവൾ ഇങ്ങനെ പിന്നെയും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനും തല ഇറങ്ങിയിട്ട് ബോധമൊക്കെ പോയിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ അവനും മുണ്ടാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ മുൻഷി പറയുന്നുണ്ട്, ഞാൻ നോക്കിക്കോളാം അവനെന്ന് പറയുമ്പോൾ ബോന്ത ഞാൻ വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ മുൻഷി അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്, എൻ്റെ മോൻ മരിക്കാൻ കാരണക്കാരൻ നീയല്ല, നിന്നെ ഞാൻ കൊല്ലിനെ ചെയ്യും, ആ വിഷം ഇനി ഒരു 2 ഡോസും കൂടി ഉണ്ട്, അപ്പോൾ അതും കൂടി അവന് കൊടുത്താൽ അവൻ എന്തായാലും മരണത്തിലേക്ക് പോകുക ചെയ്യും എന്ന് പറഞ്ഞിട്ട് മുൻഷി ഇങ്ങനെ നല്ല ദുഷ്ട മനസ്സോടെ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ പെൺകുട്ടി അടുക്കളയിലേക്ക് വന്നിട്ട് ഫുഡൊക്കെ കട്ടുകൊണ്ടുവന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവരും മുമ്പിലും വൃദ്ധാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ, അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, അപ്പോൾ ആ ഫുഡൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് ആരും കാണാതെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബോന്തേനെയാണ്. ബോന്തിത അനിരുദ്ധിനെ കൂട്ടിയിരിക്കുന്നുണ്ട്. അവന് ഇതുവരെ ബോധമൊന്നും വന്നിട്ടുണ്ടാവില്ല, അപ്പോൾ അവന് എണീക്കാൻ വേണ്ടിയിട്ട് അവൾ ഉറങ്ങാതെ അവനെ കൂട്ടിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ആളിരുന്ന് ആലോചിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഈ അസുഖമൊക്കെ ഒന്ന് ശരിയായാൽ മതിയായിരുന്നു, പെട്ടെന്ന് തന്നെ ഈ ബോധമൊക്കെ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ അവളിരുന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അനിരുദ്ധ എണീക്കുകയാണ്. അപ്പോൾ അവനെ എണീക്കാൻ കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് അവൻ്റെ അടുത്ത് പോയിട്ട് വേവലാതിപ്പെടുന്നുണ്ട്. അപ്പോൾ അവന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, നീ എന്തിനാ ഇപ്പോൾ ഈ നേരത്തെ ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുകയാണ്, പതിവാബു ഇങ്ങനെയൊക്കെ എടുക്കാൻ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാനൊന്നും തോന്നുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവൾ അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് അവന് ആകെ പാവം തോന്നാണ്. എന്നിട്ട് അവൻ അവളോട് പറയുന്നുണ്ട്, ബോന്തിത നീ പോയി ഉറങ്ങിക്കോ, നീ ഈ രാത്രി ഇങ്ങനെ ഉറക്കൊളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, ആ സത്യമാണോ എന്ന് ചങ്കിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അവളുടെ രീതിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, ആ സത്യമാണ്, എനിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എണീച്ച് പോവാണ്. പിന്നെ സമ്പൂർണ്ണനെ കാണിക്കുന്നുണ്ട്. സമ്പൂർണ്ണ ഇങ്ങനെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് അവൾ ബോന്തിതയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടെന്ന് ബോന്തിതയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ അനിരുദ്ധ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് കാണിക്കുന്നത്. അമ്മേനായിട്ട് കൂടുതൽ അടുപ്പമുള്ള ആൾക്കാരെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ അമ്മയുടെ ഡയറീനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ ഡയറിയിൽ അവളെല്ലാം എഴുതി വെക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അമ്മയുടെ ഓർമ്മയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അമ്മയുടെ ചിതയുടെ ഒപ്പം തന്നെ ആ ഡയറി കത്തിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ഡയറിയുടെ പുറത്തൊരു ഓം എന്ന് പറഞ്ഞിട്ടുള്ള ചിഹ്നമൊക്കെ ഉണ്ടായിരുന്നു എന്ന് അനിരുദ്ധിനോട് പറയുന്നുണ്ട്. പിന്നെ ബോന്തിത ആ പെൺകുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു സ്റ്റീലിൻ്റെ ഒരു വസ്തു തട്ടിയിടുന്നുണ്ട്. അപ്പോൾ അത് ശബ്ദം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് ചെവിയും പൊത്തി നിൽക്കുമ്പോഴാവും ത്രിലോചൻ അവിടേക്ക് വരിക. എന്നിട്ട് ത്രിലോചൻ മെല്ലെ വന്നിട്ട് ബോന്തനെ തൊടുമ്പോൾ അവൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് ഹോളിടുകയാണ്. അപ്പോൾ അവൾ ഹോളിടുമ്പോൾ ഒപ്പം ത്രിലോചൻ ഹോളിടുന്നുണ്ട്. ഒരു ഫണ്ണി സീനാണത്.
എന്നിട്ട് ബോന്ദിത ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ത്രിലോചനെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ റൂമിൻ്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഡൗട്ട് അടിക്കുകയാണ്. കാരണം ചെറുതായിട്ട് ചവച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും ആ പെൺകുട്ടി. അപ്പോൾ അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് ത്രിലോചനെ നല്ല ദേഷ്യപ്പെട്ടിട്ട് ചോദിക്കുന്നൊക്കെയുണ്ട്. ബോന്ദിത പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന് കട്ടിട്ട് ഫുഡ് കഴിക്കുകയായിരുന്നു ഈ സ്ത്രീ എന്നൊക്കെ ത്രിലോചനോട് പറയുന്നുണ്ട്. അപ്പോൾ ത്രിലോചൻ സത്യമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയൊക്കെ തിരയുന്നുണ്ട് ബോന്ദിത. എന്നിട്ട് കിട്ടുക ഒരു പൂവാവും, ഒരു പാത്രത്തിൽ നിറച്ച് പൂവാവും കിട്ടുക. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ആ പെൺകുട്ടി ആ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ അനിരുദ്ധം അവിടെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ആ കഴിച്ചുകൊണ്ടിരുന്ന ആ റൊട്ടികളുടെ എണ്ണ എടുക്കുന്നുണ്ട്. ഇത് കഴിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് എണ്ണ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എണ്ണ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ ഇത് കഴിച്ചു എന്ന് തന്നെ ബോന്ദിത പറയുകയാണ്. ഇവൾ കട്ട് കഴിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ബിഹാരി ഒരു പാത്രത്തിൽ ഈ ഫുഡായിട്ട് വരികയാണ്. എന്നിട്ട് പറയാണ് ഇത് എനിക്ക് സമ്പൂർണ്ണയുടെ റൂമിൻ്റെ മുന്നിലാണ് കിട്ടിയതെന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും സമ്പൂർണ്ണനെ ഡൗട്ട് അടിക്കുകയാണ്. ശരിക്കും ഈ സമ്പൂർണ്ണയുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ ഇത് കൊണ്ടുവച്ചത് മുൻഷിയായിരിക്കും. അങ്ങനെ ത്രിലോചൻ ബോന്ദിതേനെ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. നീ ഇല്ലാത്ത കാര്യം എന്തിനാ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പറയുന്നത്? ഇപ്പോൾ ഞാൻ പോലും എൻ്റെ ഈ പെങ്ങളെ ഞാൻ ഡൗട്ട് അടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ബോന്ദിതേനെ ചീത്ത പറയുന്നുണ്ട്. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ജീവിതത്തിൽ പോലും ഞാൻ നിന്നോട് മിണ്ടില്ല എന്ന് ബോന്ദയോട് പറയുന്നുണ്ട്. അപ്പോൾ ബോന്ദയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ത്രിലോചൻ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ബോന്ദിത കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനിരുദ്ധ കണ്ണീരൊക്കെ തുടച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് നീ ഒരിക്കലും സങ്കടപ്പെടരുത് ബോന്ദിത. ഈ നുണ പറഞ്ഞിട്ട് ജീവിക്കണവരൊന്നും അധിക കാലം മുന്നോട്ട് പോവില്ല. ഈ നുണകൾക്കൊന്നും അധികകാലം ആയുസില്ല, നല്ലത് മാത്രമേ വിജയിക്കുമെന്ന് അവളോട് അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ത്രിലോചൻ സമ്പൂർണ്ണനെ ചീത്ത പറയുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവളെ ചീത്ത പറയുമ്പോൾ ബിനോയ് വന്നിട്ട്, അതായത് അനിരുദ്ധിൻ്റെ അച്ഛൻ വന്നിട്ട് സമ്പൂർണ്ണനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഫുഡ് കട്ട് കഴിച്ചു എന്നുള്ള ആ ഒരു പേരിലാണ് ത്രിലോചൻ അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് അനിരുദ്ധമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അനിരുദ്ധിന് അവിടുന്ന് വയ്യാതാവുന്നുണ്ട്. തല ഇറങ്ങി വീഴാൻ വേണ്ടി പോകുമ്പോൾ ത്രിലോചനൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടി പ്രസാദത്തിൽ വിഷം കലർത്തിയിട്ട് അനിരുദ്ധിന് കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധും മോന്തിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവളിനെ അധികകാലമൊന്നും ഇവിടെ നിർത്താൻ പറ്റില്ല, അവളുടെ കള്ളത്തരം പെട്ടെന്ന് പൊളിക്കണം എന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മുൻഷി പുറത്ത് നിന്നിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ബോന്ദിത പെട്ടെന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ആരും നിൽക്കുന്നത് പോലെ കാണുകയാണ്. അപ്പോൾ അങ്ങനെ അവൾ മെല്ലെ പോയിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. അപ്പോൾ അത് മുൻഷിയാവും. അപ്പോൾ അങ്ങനെ അനിരുദ്ധ് പറയുന്നുണ്ട് ഞാനാണ് മുൻഷിയോട് വരാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മുൻഷിയോട് അവൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മുൻഷീനെ വൃന്ദാവനത്തിലേക്ക് കുറച്ച് ദിവസം പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് അനിരുദ്ധ് തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ മുൻഷി ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട്, അല്ല ഇനിയിപ്പോൾ ഞാൻ പോയാൽ ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുക, ഇവനെ എന്തായാലും കൊല്ലണമല്ലോ. അപ്പോൾ അതിന് മുൻഷി ഇവിടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അവൾക്കുള്ള ആ നിർദ്ദേശങ്ങളൊക്കെ മുൻഷിയിലേ കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഇതൊക്കെ നടക്കുക എന്നൊക്കെ മുൻഷി ഇങ്ങനെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ ആ പെൺകുട്ടി അനിരുദ്ധിന് ആ പ്രസാദം കൊണ്ടു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അവന് തിന്നണ പോലെ അങ്ങനെ അഭിനയിച്ചിരുന്ന് പെട്ടെന്ന് തട്ടിക്കളയാണ്. എന്നിട്ട് അയ്യോ തട്ടിപ്പോയി, എൻ്റെ കൈ തട്ടിയിട്ട് പോയതാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവന് ബോന്ദിതോട് വേറെ ഒരു പ്രസാദം എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറയാണ്. അപ്പോൾ അങ്ങനെ ആ ബോന്ദിതത്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിലും ബോന്ദിതയുടെ കണ്ണ് വെട്ടിച്ചിട്ട് വീണ്ടും അതിൽ വിഷം കലർത്തുന്നുണ്ട്. അങ്ങനെ അവനത് കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനിരുദ്ധിനെ തന്നെയാണ്. അനിരുദ്ധ് ഇങ്ങനെ സ്റ്റഡി റൂമിലിരിക്കുമ്പോൾ അവന് ചെറുതായിട്ട് തലകറങ്ങുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബോന്ദിത ചോദിക്കുന്നുണ്ട് എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പിന്നെ അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെ പറയാണ്. പിന്നെ അവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ മഹാ ഉത്സവമാണ്, മഹാപൂജയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, എല്ലാവരും പുറത്താവും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അവളുടെ റൂം കയറിയിട്ട് പരിശോധിക്കാം. അപ്പോൾ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് അമ്മേനെ കുറിച്ച് അവൾക്ക് ഇത്ര കൂടുതൽ അറിയുന്നതൊക്കെ, നമുക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല എന്ന് അവനവളോട് പറയുന്നുണ്ട്. പിന്നെ മുൻഷി ഒരു പെൺവേഷം കെട്ടിയിട്ട് അങ്ങനെ മാറുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ മഹാപൂജയുടെ ദിവസം വരികയാണ്. അപ്പോൾ അങ്ങനെ അവിടേക്ക് മുൻഷി കയറി വരുന്നുണ്ട്, ഒരു പെണ്ണിൻ്റെ രൂപത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബോന്ദയ്ക്ക് ചെറിയൊരു ഡൗട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവൾക്കത് തെളിയിക്കാനൊന്നും ആ സമയത്ത് പറ്റുന്നില്ല. പിന്നെ അനിരുദ്ധിനും ബോന്ദേനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ബോന്ദത്തോട് അനിരുദ്ധ് പറയാണ് നമുക്ക് എങ്ങനെയെങ്കിലും അവളുടെ റൂമിലേക്ക് കയറി പറ്റുന്ന ചെയ്യണം, ആരും കാണാനും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോന്ദിതയ്ക്ക് ഒരു ഐഡിയ വരികയാണ്. ബിഹാരിയുടെ അടുത്തൊരു ടേബിൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ ടേബിളിൻ്റെ അടിയിൽ കൂടെ നമുക്ക് രണ്ടാൾക്കും ഒരേ രീതിയിൽ തന്നെ നടന്നിട്ട് അങ്ങനെ അവളുടെ റൂമിലേക്ക് എത്താമെന്ന് ബോന്ദിത അവനോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരേപോലെ നടക്കാനൊക്കെ ഒരു രണ്ടുപേരും അവിടെ നിന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് പരസ്പരം നോക്കിയിട്ട് ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ബോന്ദിത അവനോട് ചോദിക്കുകയാണ് കണ്ടില്ലേ ഇപ്പോൾ പത്തിബാബുവിൻ്റെ പോലെ തന്നെ എനിക്ക് ഒപ്പം നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ബോന്ദിത എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്.
പിന്നെ സംഭൂനെ കാണിക്കുകയാണ്. അപ്പോൾ അവൾക്ക് വെള്ളം കിട്ടാതെ നല്ല ദാഹിച്ചിട്ട് റൂമിലൊക്കെ ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ പുറത്തേക്ക് പോകാനാണെങ്കിൽ ആകെ ഡോറൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ടാവും പുറത്തുനിന്ന് ആരോ. അപ്പോൾ അങ്ങനെ അപ്പോഴാണ് അവിടേക്ക് ബിനോയ് വരുന്നത്. അപ്പോൾ ബിനോയ് ഇവളുടെ ശബ്ദം കേട്ടിട്ട് ആ വാതിൽ തുറക്കുകയാണ്. അപ്പോൾ തുറക്കുമ്പോഴേക്കും അവൾ തല കറങ്ങിയിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ അവളെ പിടിക്കുന്നുണ്ട് ബിനോയ്. എന്നിട്ട് ആ കിടക്കയിലൊക്കെ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. എന്നിട്ട് വെള്ളം എടുത്ത് കൊടുത്തിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, പുറത്ത് മഹാപൂജ നടക്കണോണ്ട് നിനക്ക് എന്തായാലും അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ത്രിലോചനായിരിക്കാം ഈ വാതിൽ വന്ന് പൂട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു നിന്നോടെന്ന് പറഞ്ഞിട്ട് ബിനോയ് അവളോട് മാപ്പൊക്കെ ചോദിക്കുന്നുണ്ട്. ശേഷം ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ ബിനോയിനെ തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ആൾ അവിടുന്ന് പോവാണ്. ഞാൻ ഇതിന് പോകുന്നതിനെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ആ ടേബിളിൻ്റെ അടിയിൽ കയറാൻ വേണ്ടിയിട്ട് ബിഹാരിയുടെ മൈൻഡൊക്കെ തിരിച്ചിട്ട് ഓരോന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട്. ശേഷം ആ ടേബിളിൻ്റെ അടിയിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് ആ ടേബിൾ നീങ്ങണതിനനുസരിച്ച് തന്നെ അവർ മെല്ലെ മെല്ലെ ആ ടേബിളിൻ്റെ ഒപ്പം നടന്നിട്ട് അവളുടെ റൂമിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് അമ്മ എന്തോട് പറയുന്നുണ്ട്, പോകുന്നത് ഇവിടെ ഒക്കെ നന്നായിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാണ്. പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് കിട്ടുന്നില്ല. പക്ഷേ ആ കട്ടിലിൻ്റെ അടിയിൽ ആ ഡയറി കിടക്കുന്നുണ്ടാവും അനിരുദ്ധിൻ്റെ അമ്മയുടെ. പക്ഷെ അവരത് കാണുന്നില്ല. അങ്ങനെ ബോന്ദിത വിൻഡോ വഴി പുറത്തേക്ക് നോക്കുമ്പോഴാവും ആ പെൺകുട്ടി ഒരു സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആ ബോന്ദിതയ്ക്ക് സംശയം തോന്നിയ അതേ സ്ത്രീയോട് തന്നെ ആ പെൺകുട്ടി സംസാരിക്കുന്നത് ബോന്ദിത കാണാണ്. ഇത് കണ്ടിട്ട് അവൾ അനിരുദ്ധിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്ത്രീ എന്തോ ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നത് കാണാണ്. അത് ശരിക്കും അനിരുദ്ധിനുള്ള വിഷമാവും. ആ പെൺവേഷം കിട്ടി നിൽക്കുന്നത് ശരിക്കും മുൻഷിയാവും. പക്ഷെ അനിരുദ്ധിന് എന്തൊക്കെയൊന്നും അതറിയില്ല. അങ്ങനെ അനിരുദ്ധ അവിടേക്ക് ഓടുന്നുണ്ട്. അപ്പം അങ്ങനെ അനിരുദ്ധ വരുന്നത് കണ്ടതും നമ്മുടെ മുൻഷി അവിടെ നിന്ന് ഓടുകയാണ്. നിൽക്കാൻ പറയുന്നുണ്ടെങ്കിലും മുൻഷി അവിടെ നോക്കാതെ ഓടുകയാണ്. എന്നിട്ട് ആ പെൺകുട്ടിയോട് അനിരുദ്ധ ചോദിക്കുന്നുണ്ട്, അത് ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ ആളൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ ബോന്ദിത ആ റൂമിലേക്ക് നോക്കുമ്പോഴാവും അവൾ ആ കട്ടിലിൻ്റെ അടിയിലുള്ള ആ ഒരു ഡയറി കാണുന്നത്. അവൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അപ്പോൾ അനിരുദ്ധ ഓടിച്ചെന്ന് എത്തുന്നത് ആ എല്ലാ സ്ത്രീകളും കൂടി നിൽക്കുന്ന സ്ഥലത്തേക്കാവും. അപ്പോൾ അവിടേക്കാവും മുൻഷി വന്നിട്ടുണ്ടാവുക. എന്നിട്ട് ആ സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിലേക്ക് മുൻഷി നിന്നിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം അനിരുദ്ധ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഞാനിപ്പോൾ എങ്ങനെ ആളെങ്ങനെ തപ്പിയെടുക്കുന്നവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ബോന്ദിത ഡയറി എടുക്കാൻ വരുമ്പോഴേക്കും ത്രിലോചനും പിന്നെ ആ പെൺകുട്ടിയും കൂടിയിട്ട് ആ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് ബോന്ദിത നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല ഇങ്ങോട്ടൊന്നും വരരുതെന്ന് പറഞ്ഞിട്ട് ത്രിലോചൻ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട് അവളെ. അങ്ങനെ അനിരുദ്ധ ആ സ്ത്രീകൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിലേക്ക് പോയിട്ട് നോക്കുന്നുണ്ട്. അതിൽ ആ ഓടിയിട്ടുള്ള ആ മനുഷ്യൻ ആരായിരിക്കുന്നു അവനെ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് ഇതൊക്കെ ഓരോരുത്തരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അതിലൊരു സ്ത്രീയുടെ കാലം മാത്രം നിറയെ മുടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അവന് മനസ്സിലാവുകയാണ് അതൊരു സ്ത്രീയല്ല ഒരു പുരുഷനാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് അവൻ ആളെ പിടിച്ചിട്ട് ഇങ്ങനെ നടുവിൽ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കും ആളവിടെ നിന്ന് ഓടുന്നുണ്ട്. അങ്ങനെ പിന്നാലെ അനിരുദ്ധ ഓടുന്നുണ്ട്. അങ്ങനെ ഓടിയിട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോഴേക്കും മുൻഷി കല്ല് തട്ടിയിട്ട് അവിടെ വീഴുന്നുണ്ട്. പക്ഷെ ആള് തിരിഞ്ഞു നോക്കുന്നില്ല. തിരിഞ്ഞു നോക്കി ആരാണെന്ന് മനസ്സിലാവില്ല അനിരുദ്ധിന്. അപ്പം അങ്ങനെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ അനിരുദ്ധ പറയുന്നുണ്ട്, എന്തായാലും നിന്നെ എൻ്റെ കയ്യിൽ പിടിയിട്ട് നീയാണ് ഈ ആളെ അയച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അനിരുദ്ധ നന്നായിട്ട് ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് ആ സാരി മാറ്റിയിട്ട് മുഖം നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കും അനിരുദ്ധിൻ്റെ തലയ്ക്ക് വന്നിട്ട് മുൻഷിയുടെ ഭാര്യ ബാക്കിൽ നിന്ന് ഒരു കമ്പി കൊണ്ട് അടിക്കുന്നുണ്ട്. അപ്പം അവനപ്പം തന്നെ അവിടെ ബോധം കെട്ടിട്ട് വീഴാണ്. തലയിൽ കൂടെ ചോരൊക്കെ ഒലിക്കുന്നുണ്ട്. എന്നിട്ട് ആ സ്ത്രീ പറയുന്നുണ്ട്, നമ്മുടെ പക എന്തായാലും വീട്ടിനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് മുൻഷിയോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ വീട് കാണിക്കുകയാണ്. അപ്പോൾ വീട്ടിലാണെങ്കിൽ എല്ലാവരും അനിരുദ്ധിനെ തിരയാവും. അവനെ പൂജയ്ക്ക് നോക്കിയിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ ആ പെൺകുട്ടി എന്ന് പറയുന്നുണ്ട്, എൻ്റെ മോൻ എവിടെയാവോ, എൻ്റെ ഗോപാൽ മോൻ എവിടെയാവോ, അവനെന്താ പറ്റിയാവോ, എൻ്റെ മനസ്സൊക്കെ എന്തൊക്കെ പറയുന്നു, എന്തൊക്കെ മോശപ്പെട്ട് നടക്കാൻ പോകണമെന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ദേവരോട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളെ പൂജാമുറിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ബോന്ദിത ആൾ തടയാണ്. എന്നിട്ട് പറയണേ, നിങ്ങൾ വെറും നുണച്ചാണ്, നിങ്ങളെ വെറും ആൾമാറാട്ടാണ് ഈ നടത്തുന്നത്, നിങ്ങളുടെ കൂടെ ആരോ സഹായിക്കാനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ പത്തി ബാബുവിനൊന്നും പറ്റില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല, ദുർഗാദേവി എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയോട് നല്ല രീതിക്ക് ബോന്ദിത ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.